അങ്ങേയറ്റം നാടകീയമായ ഒരു ദിവസത്തിനാണ് കേരള നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരണം ഒരു വശത്ത് നടക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് മറ്റൊന്നിലേക്കാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിലും ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുമോ? സഭയുടെ അകത്തളങ്ങളിൽ രാഷ്ട്രീയ പോര് മുറുകുമോ എന്ന്? 3 കേസുകളായിട്ടും അയാൾക്ക് യാതൊരു കുലുക്കവുമില്ലല്ലോ. അയോഗ്യനാക്കാൻ ആരും പരാതി കൊടുത്തിട്ടില്ല എന്ന ധൈര്യത്തിലാണ് മാങ്കൂട്ടം വരാനൊരുങ്ങുന്നത്. ഇന്ന് സഭയിൽ ഇത് ചർച്ചയാകാതെ പോകില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ്. വികസനവും ക്ഷേമവും ചർച്ച ചെയ്യേണ്ട സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് രാഷ്ട്രീയ പോർവിളികൾക്ക് കൂടി തിരികൊളുത്താൻ സാധ്യതയുണ്ട്. അയോഗ്യനാക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടെങ്കിലും നിയമ പോരാട്ടത്തിൽ വിജയിച്ച സഭയിലേക്ക് എത്തുന്ന രാഹുലിന്റെ സാന്നിധ്യം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷത്തിന് ലഭിച്ച ആയുധമാക്കി മാറും. കാരണം തെളിവുകൾ സമർപ്പിക്കാൻ കോടതിക്ക് മുന്നിൽ പോലീസിനായില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റുക. സഭയിൽ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക ആരോപണം നേരിടുന്ന ഒരു വേളയിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അതും ആദ്യ ദിവസം വന്ന് ഒപ്പിട്ട് മടങ്ങിയ ശേഷം പിന്നെ വന്നിട്ടില്ല. കൂടാതെ രാഹുൽ മാങ്കൂട്ടം ഒഴികെയുള്ള 139 MLA-മാരിൽ ഒരാൾ പോലും രാഹുലിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോഴും MLA ആണ്. പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൈമാറാൻ സാധിച്ചാൽ മാത്രമാണ് രാഹുലിനെ പുറത്താക്കാൻ സാധിക്കൂ എന്ന് സ്പീക്കർ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇതുവരെ നടക്കാത്തത് കൊണ്ട് അയാൾ ഇനി വരുമോ ഇല്ലയോ എന്ന് ഉറ്റുനോക്കുകയാണ്. അതേസമയം ഹാജരാക്കിയ ഡിജിറ്റൽ രേഖകൾ അടക്കം കൂടുതലായി പരിഗണിക്കേണ്ടത് കേസിന്റെ അടുത്ത ഘട്ടത്തിലാണെന്നും കോടതി ജാമ്യ ഉത്തരവിൽ പറഞ്ഞുകൊണ്ടാണ് രാഹുലിന് കോടതി ജാമ്യം നൽകിയത്. രാഹുലിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പോലീസ് പാലിച്ചില്ല എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. കൂടാതെ പീഡനം നടന്ന ശേഷം പരാതിക്കാരി മൊഴി നൽകുവാൻ വൈകിയെന്നും അത് പ്രതിഭാഗത്തിന്റെ വാദവും കോടതി പരിഗണിച്ചിരുന്നു. അതുപോലെ പരാതിക്കാരി വിദേശത്ത് ആയതുകൊണ്ട് MLA ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഭീഷണിപ്പെടുത്തുമെന്ന വാദം നിലനിൽക്കില്ല എന്നും കേസിൽ നേരിട്ടുള്ള മറ്റ് സാക്ഷികളും ഇല്ലാത്തതുകൊണ്ട് തന്നെ SIT കസ്റ്റഡി ഇനി വേണ്ട എന്നും അതുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നു എന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. അതേസമയം 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ ആയിരിക്കും അവതരിപ്പിക്കുക. ഇത് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് തള്ളുകൾ ഇതിലുണ്ടാകും. മൂന്നാം ഭരണം ലക്ഷ്യമാക്കിയുള്ള ബജറ്റ് ആണെങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ ആ മോഹന വാഗ്ദാനങ്ങൾ മുങ്ങിപ്പോകുവാനാണ് സാധ്യത. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സാമൂഹിക സുരക്ഷാ മേഖലയ്ക്കും ഗുണകരമാകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ മേഖലകളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും എന്നാൽ ഇത് ലഭ്യമായ വിഭവങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നുമായിരുന്നു മന്ത്രി പ്രതികരിച്ചത്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി ഉയർത്തിയേക്കാനും സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ DA വർദ്ധിപ്പിക്കുവാനും ഇത്തവണത്തേത് യഥാർത്ഥ ബോധത്തോടെയും പ്രായോഗികമായിട്ടും തയ്യാറാക്കുന്ന ബജറ്റാണെന്നും ബാലഗോപാൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ദുരന്തങ്ങളെ നേരിടാനുള്ള കാറ്റസ്ട്രോഫി ബോണ്ടുകൾ, പ്രതിരോധ ഗവേഷണ വികസന ഇടനാഴി, തീരദേശ സംരക്ഷണത്തിനുള്ള ജിയോ ട്യൂബുകൾ, എയിംസ് ഫണ്ട്, ശബരിമല റെയിൽവേ പദ്ധതിയുടെ വേഗത കൂട്ടൽ, കാർഷിക വിളകൾക്കും ഗൾഫിൽ നിന്നെത്തുന്നവർക്കും സഹായം എന്നിവയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഭവന നിർമ്മാണം, പരിസ്ഥിതി സൗഹൃദ ടൂറിസം പ്രോത്സാഹിപ്പിക്കൽ, യുവ സംരംഭത്വ പരിപാടികൾ, നിക്ഷേപകരെ ആകർഷിക്കാനുള്ള പദ്ധതികൾ എന്നിവയ്ക്കും ബജറ്റിൽ മുൻഗണന ലഭിച്ചേക്കാം. ഈ ബജറ്റ് സഭയിൽ അവതരിപ്പിക്കുന്ന നിമിഷമാണ് മാങ്കൂട്ടം എത്തുന്നതെങ്കിൽ സഭയിൽ ഇന്ന് വേറെ യുദ്ധക്കളമായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും.